ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതുമയുള്ള ഒരു ഇഫ്താർ സ്നാക്കോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. മീഡിയം സൈസുള്ള 5 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം. ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റെസിപ്പി ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടണേനും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ, അതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മതി കേട്ടോ, അതെല്ലാം കൂടുതലൊന്നും വേണ്ട. അവസാനമായിട്ട് അതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് കുബൂസിൻ്റെ മാവാണ് കേട്ടോ. ഞാൻ 2 കപ്പ് മൈദ വെച്ചിട്ട് കുബൂസ് പോലെ കുഴച്ചെടുത്തതാണ്. ഞാൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടി കുഴച്ചിട്ട് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. കുറച്ച് മൈദപ്പൊടി ഇട്ട് ഞാനിത് പരത്തി കൊടുക്കലാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കട്ടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണേ ഉള്ളത്, അധികം നേരിയതാകാൻ പാടില്ല. അപ്പോൾ മറ്റേ മാവും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉള്ളിൻ്റെ മസാലയില്ലേ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കരുത്, നമ്മൾ അവിടെ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ നടുക്കോട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് വെള്ളമായി കൊടുക്കുന്നുണ്ട്. പറ്റാൻ വേണ്ടിയിട്ട് മറ്റേ മാവ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗമെല്ലാം ഒന്ന് പറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഞാൻ കുറച്ച് വെള്ളം ആയി കൊടുത്തിന്. എന്നിട്ട് ആ മാവ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലോണം മെൽറ്റായി വരണം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിനടിയിലേക്ക് ഞാൻ ഒരു പഴയ പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ അടിഭാഗം ഒന്നും കത്തിപ്പോവില്ല. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കലാണ്. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. മറ്റൊരു പാനിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കിയ അതേ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം അധികം കളർന്ന് മാറിയിട്ടില്ല കേട്ടോ. ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇഫ്താറിനെല്ലാം എന്തായാലും നമ്മൾ പുതിയ കടികളെല്ലാം പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ആ ഭാഗമെല്ലാം നല്ല ബ്രെഡ് പോലെ ആയിട്ടാണുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.